ഓർമ്മകളും എൻ്റെ മനസ്സിലുണ്ട്. എത്രയോ തവണകൾ മുഖ്യമന്ത്രിയായിട്ടും ഒരിക്കൽ പോലും ജനങ്ങളിൽ നിന്ന് അകന്നു പോകാത്ത ഒരു വലിയൊരു അക്ഷരമാണ് VS. വയലാറിൽ VS വരുമ്പോഴുണ്ടാകുന്ന ഒരു ആരവം. ആദ്യം എന്നെ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് നീ പാടിയോ എന്നാണ്. നീ പാടിയോ? പാടി. ഒന്നുകൂടെ പാട്. അപ്പോൾ ആളുകളൊന്ന് അടങ്ങിയിരിക്കട്ടെ. ഒരുപക്ഷെ നിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ് VSൻ്റെ ശബ്ദം കേൾക്കാനായിട്ടാണ് ആളുകൾ കൊതിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 പാട്ട് ഞാൻ പാടി. നീ ഒരു പാട്ട് കൂടെ പാട്, ഒരു കുറി പാട്, റെഡ് സല്യൂട്ട് പാട്. അങ്ങനെ പാട്ട് പാടാൻ എന്നെ ആവശ്യപ്പെടുന്ന VSനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനത്തെ ഓർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നും നേർന്നതാണി റെഡ് സല്യൂട്ട്. ഞങ്ങളായിരങ്ങളിന്നും നേർന്നതാണി റെഡ് സല്യൂട്ട്. ഈ ഒരു ഘട്ടം വരെ വളരെ അരോചകമാണ് എന്ന് കരുതിയിരുന്ന അതേ പ്രസംഗ ശീലം കൊണ്ടും പ്രസംഗ ഭാഷ കൊണ്ടും പ്രസംഗ രീതി കൊണ്ടും VS ജനതയുടെ ഒക്കെ എല്ലാ വിഭാഗം ആൾക്കും സ്വീകാര്യനായിട്ട് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം. ആ 96 വയസ്സ് വരെ ഏറ്റവും സജീവമായും ഏറ്റവും ഫലപ്രദമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷ ഒരുപക്ഷെ ഈ മലയാളം ഒക്കെ ഐച്ഛിക വിഷയമെടുത്ത് മലയാള ഭാഷാശാസ്ത്രവും ഒക്കെ പഠിക്കുന്നവരെക്കാൾ എത്ര ഗംഭീരമായിട്ടാണ് മലയാള ഭാഷ ഉപയോഗിക്കുന്നത്. ഈ 30-കൾ 40-കളിൽ 50-കളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് VS മാത്രമല്ല, ആ കാലഘട്ടത്തിലെ പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പൊതുപ്രവർത്തകരെല്ലാം ധാരാളമായിട്ട് ഈ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ തുടങ്ങിയ ആളുകളുടെയൊക്കെ കൃതികൾ വായിക്കുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതിലൂടെയെല്ലാം ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഭാഷാശൈലി രൂപപ്പെടുത്തുന്നതിനും ഒക്കെ സഹായകമായി മാറിയത് അതുകൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം ഈ 90 വയസ്സിന് ശേഷവും കുമാരനാശാൻ്റെ സമ്പൂർണ്ണ കൃതികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. വിപ്ലവ സ്വഭാവം അല്ലെങ്കിൽ തൊഴിലാളി വർഗ ആഭിമുഖ്യം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പുലർത്തിയ ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാലത്ത് നമ്മളും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാനം ഉള്ളൊരു കാര്യമാണ്. ഇതിഹാസ നായകന്മാരുടെ കൂട്ടത്തിലാണ് VS. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ടും അധ്വാനിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നത്. ഐസ്ക്രീം പാർലർ കേസിൻ്റെ കാലഘട്ടം മുതൽക്കാണ് VSുമായിട്ട് ഞാൻ അടുക്കുന്നതും ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അടുപ്പം തന്നെയായിരുന്നു. ഐസ്ക്രീം പാർലർ കേസിൽ അന്വേഷിയോടൊപ്പം നിന്നിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവ്, ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഉള്ളവരൊക്കെ നോക്കിയിട്ട് VS മാത്രമാണ്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. ആ ഒരു ക്രെഡിറ്റ് ഞാൻ എൻ്റെ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് കൊടുക്കും. എൻ്റെ പുസ്തകത്തിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ധാർമ്മികതയ്ക്കും രാഷ്ട്രീയ സദാചാരത്തിനും വ്യക്തിപരമായ സത്യസന്ധതയ്ക്കുമൊക്കെ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിച്ച അവസാനത്തെ രാഷ്ട്രീയ നേതാവാണ് VS അച്യുതാനന്ദൻ.